ഈ രണ്ട് പാർട്ടിയും ഒരു മിനിമം പരിപാടിയുടെ മുകളിലാണ് UDF സംവിധാനത്തിൽ പോകുന്നത്. അപ്പോൾ അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എൻ്റെ മുന്നുള്ള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറി ഒക്കെയാണ് ഷൗക്കത്താക്ക, അതുപോലെ DCC മെമ്പർ ആയിരുന്നു പിന്നെ സൈനർ മാഷ്, ഖാലിദാക്ക ഇപ്പോൾ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയാണ്. ഇവരൊക്കെ എന്നെക്കാളും അനുഭവമുള്ള ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ രണ്ടാളെടുത്ത് പറ്റിയൊരു തെറ്റെന്ന് പറയുന്നത്, ചിലപ്പോൾ അവർ പറയുന്നതിൽ ന്യായം അന്യായമൊന്നും നമ്മൾ പരിശോധിച്ചിട്ടില്ല. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അവരുടെ എന്താ ബുദ്ധിമുട്ടെന്ന് നമുക്കറിയില്ല. അവരത് പാർട്ടി വേദികളിൽ പറഞ്ഞിട്ടില്ല. പാർട്ടി വേദികളിൽ പരാതി പറഞ്ഞ് ഈ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ചട്ടക്കൂടുണ്ടല്ലോ, ആ ചട്ടക്കൂടിൽ നിന്നിട്ട് നമുക്കൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമോ? ഈ ഇരിക്കുന്ന നേതാക്കളൊക്കെ അങ്ങനെ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റു പാർട്ടിയിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതലുള്ള പാർട്ടിയാണ്. അത് മറ്റിപ്പോൾ ഏത് പാർട്ടി, കേരളത്തിലെ രജിസ്റ്റേർഡായ ഏത് പാർട്ടിയേക്കാളും കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ നേതാക്കളും അതുപോലെ തന്നെ അണികളും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷെ അത് പരിധി വിട്ട് പോകുമ്പോൾ പാർട്ടി ഇടപെടും. ഇവിടെ ഈ രണ്ടുപേരും ഇവരുടെ ബുദ്ധിമുട്ട് എന്താണെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ച് ഞങ്ങളുടെ DCC ജനറൽ സെക്രട്ടറിമാരുണ്ട് 3 പേര്, ഞങ്ങൾ പാർട്ടി ബ്ലോക്ക് പ്രസിഡന്റ്, ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഒക്കെ പാടെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ 4 പേരെയും വിളിച്ചു വരുത്തി. കാരണം പുറത്തിപ്പോൾ അവിടെ UDFനെ അനുകൂലിച്ചുകൊണ്ട് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്താണ് വൈസ് ചെയർമാൻ ബാലു, അതുപോലെ തന്നെ സീന. അപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ 2 പേര് പ്രശ്നം വന്ന് നമ്മുടെ നേതൃത്വത്തോട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ 4 പേരെയും വിളിച്ച് വരുത്തി എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞ് ഇവരടുത്ത് ന്യായമുണ്ടെങ്കിൽ അത് UDF സംവിധാനമല്ല മണ്ണാർക്കാട്, ആ UDF സംവിധാനത്തിൽ നമുക്കത് അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ മണ്ണാർക്കാട് ലീഗുകാർ അങ്ങനെ കോൺഗ്രസിനെ അവഗണിക്കുന്ന ആളുകളൊന്നുമല്ല. അപ്പം മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ വളരെ നല്ല രീതിയിൽ കോൺഗ്രസിന്റെ ആളുകളോടൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്ന ആളാണ്. വളരെ പുതുമുഖമാണെങ്കിൽ പോലും നല്ല രീതിയിൽ മുനിസിപ്പാലിറ്റി കൊണ്ടുപോകുന്നതാണ് ഞങ്ങളൊക്കെ പക്ഷം. അതുപോലെ തന്നെ ഫായിദ ബഷീർ അല്ലെങ്കിൽ കൊളമ്പൻ ആലിപ്പുവാജി എന്ന് പറയുന്ന ഇവിടുത്തെ നേതാക്കളൊക്കെ ലീഗിന്റെ അല്ലെങ്കിൽ KC അബ്ദുറഹ്മാനും അവിടുത്തെ പ്രസിഡന്റാണ്. ഈ ആളുകളൊക്കെ വളരെ നല്ല സൗഹാർദ്ദത്തിലാണ് ഞങ്ങളോടൊക്കെ പോകുന്നത്. അപ്പൊ ഈ 2 പേരുടെ പ്രശ്നം എന്താണെന്ന് പാർട്ടിയിൽ പറഞ്ഞാല് എന്താണ് അവർക്ക് ഈ ലീഗിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവിടുന്ന് മുനിസിപ്പൽ ഭാഗത്തുനിന്ന് എന്താണ് ഇവർക്ക് ബുദ്ധിമുട്ട് നേരിട്ടു എന്ന് പാർട്ടി നേതൃത്വത്തോട് പറയുമ്പോഴേ നമുക്ക് തിരുത്താൻ പറ്റൂ. അപ്പൊ ഇതുവരെ ഒരു പാർട്ടി നേതൃത്വത്തോട് അതിലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പേര് ഇപ്പോ ഈ കൊളമ്പൻ ജലീലായാലും രാധാകൃഷ്ണനായാലും കുറച്ച് കാലമായിട്ട് ഭരണപക്ഷത്തെ പ്രതിപക്ഷം പോലെയാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതുവരെ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഒരു അതെന്താണെന്നോ, അത് ഈ 2 പേരും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നാമത് പുതുമുഖങ്ങളാണ്. 2 പേര് പുതുമുഖങ്ങളാണ്. കുറച്ച് ജലീലിനേക്കാളും കുറച്ച് രാഷ്ട്രീയ പാരമ്പര്യം രാധാകൃഷ്ണനുണ്ട്. പക്ഷെ ഈ കൗൺസിൽ എന്നുള്ളവർക്ക് 2 ആളും പുതുമുഖങ്ങളാണ്. അപ്പോ ഇവര് സത്യത്തില് ഈ ഒരു ലാസ്റ്റ് കൗൺസിൽ യോഗത്തിലുണ്ടായി അലങ്കോലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ 2 പേരും CPM-നും അതുപോലെ തന്നെ BJP-ക്കും മുതലെടുപ്പിന് നിന്നു കൊടുക്കുക. അത് പാടില്ലായിരുന്നു. ഇവരുടെ പ്രതിഷേധമൊക്കെ ആവാലോ. പക്ഷെ CPM-ന്റെയും BJP-യുടെയും കൂടുതൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. അതുപോലെ ജലീലല്ല, ജലീലിപ്പോ കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ നിന്ന് ജയിച്ച കൗൺസിലറാണ്. അപ്പൊ കൗൺസിലർ എന്നുള്ള നിലയിൽ പത്രക്കാരോടും അതുപോലെ തന്നെ ചാനലുകാരോടും പറയുമ്പോഴൊക്കെ കുറച്ചുകൂടി പക്വത കാണിക്കണം, പാർട്ടിയുടെ അച്ചടക്കത്തിൽ കുറച്ച് നിൽക്കണം. ഇതിപ്പോ ജലീലിനെ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറയണത്, ജലീൽ തിരുത്തണം. പാർട്ടി സംവിധാനത്തിൽ പോകുമ്പോൾ അങ്ങനെയുണ്ടോ? ഞാൻ അതാ പറഞ്ഞത്, പഴയ ജലീലല്ല. ജലീൽ ഇപ്പൊ കൗൺസിലറാണ്, മുനിസിപ്പൽ കൗൺസിലർ, പാർട്ടി കൈപ്പത്തിൽ നിന്ന് ജയിച്ച ആളാണ്. അപ്പൊ ഇങ്ങനെ ചാനലുകളിലും അതുപോലെ തന്നെ യൂട്യൂബിലും അതൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി കാണിക്കണം. പക്ഷെ അവർ ഉന്നയിച്ച വിഷയങ്ങൾ ഒരു കാര്യമില്ലെന്നാണ് മാഷ് പറയുന്നത്. അല്ല, അവര് എന്താണ് അവരുടെ പ്രശ്നം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടില്ലല്ലോ. അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് ബോധ്യപ്പെടുമ്പോഴോട് ഇപ്പൊ നമുക്ക് എന്താന്ന് പറയാൻ പറ്റും. എന്നിട്ടും ഇതിനെ പറ്റിയിട്ട് കോൺഗ്രസ് പാർട്ടി അല്ല, പാർട്ടി ഇവര് പിന്നെ ഇവിടുത്തെ UDF നേതൃത്വം അതുപോലെ തന്നെ ലീഗിന്റെ നേതൃത്വമൊക്കെ DCC പ്രസിഡന്റ് എന്നെ വിളിച്ച് പരാതി പറഞ്ഞു, രേഖാമൂലം തരാന്ന് പറഞ്ഞു. DCC പ്രസിഡന്റ് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ പേരിൽ എന്ത് നടപടി എടുക്കണമൊക്കെ DC പ്രസിഡന്റ് തീരുമാനം.